ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം കൃഷ്ണൻ, ചിത്രം ജൈവം, ശില്പവും പ്രശസ്തിപത്രവും. വയോധികനായ ഗാന്ധിയൻ്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന്. 2 അഭിനയം KR ഗോകുൽ, ആടുജീവിതം, ശില്പവും പ്രശസ്തിപത്രവും. മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന്. 3 അഭിനയം സുധി കോഴിക്കോട്, ചിത്രം കാതൽ, ശില്പവും പ്രശസ്തിപത്രവും. ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാവിഷ്കാര മികവിന്. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം ഗഗനചാരി, നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ, സംവിധായകൻ അരുൺ ചന്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. പരീക്ഷണോന്മുഖമായ സമീപനത്തിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂറി അവാർഡ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ ശാലിനി ഉഷാദേവി, ചിത്രം എന്നെന്നും, 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. മനുഷ്യൻ്റെ അനശ്വരതയെ സംബന്ധിച്ച് ദാർശനിക അന്വേഷണങ്ങളെ ഭാവി സൂചകമായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച സംവിധാന പാടവത്തിന്. 6 മികച്ച വിഷ്വൽ എഫക്ട്സ് ആൻഡ്രൂ ഡിക്രൂസ്, വിശാഖ് ബാബു, 2 ആൾക്കാണ്. ചിത്രം 2018 എവരിവൺ, ഈസ് എ ഹീറോ. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. മഹാപ്രളയത്തിൻ്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യപ്രഭാവ നിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ്. മികച്ച കുട്ടികളുടെ ചിത്രം നേരത്തെ തന്നെ പറഞ്ഞു, നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, ചിത്രം തടവ്, 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരതീഷ്ണമായ ഒരു പ്രമേയത്തെ ലളിതമായും കൈയൊതുക്കത്തോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. 9 ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്, സംവിധായകൻ ബ്ലസ്സി. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ഒരു സാഹിത്യകൃതിയിലൂടെ ചലച്ചിത്രാവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതികത്വവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിനാണ് പ്രത്യേക അവാർഡ്. 10 മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു, ചിത്രം സുലൈഖ മൻസിൽ, 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. കഥാസന്ദർഭത്തിന് തീർത്തും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പരമ്പരാഗത പശ്ചാത്തലത്തിന് ആധുനികമായ ചുവടുകളൊരുക്കിയ നൃത്ത സംവിധാന പാടവത്തിന്. ഒന്നുകൂടെ പറയണോ? സ്പീഡ് കുറച്ചാൽ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പറയും. ശരി, മീഡിയത്തിലാകാം. 11 ആദ്യം പറയണ്ടേ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല, ചിത്രം ജനനം 1947, പ്രണയം തുടരുന്നു. കഥാപാത്രം ഗൗരി ടീച്ചർ. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. ഒരു വൃദ്ധ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങൾക്ക് അനുഗുണമായ വിധം നിയന്ത്രിതവും സൂക്ഷ്മവുമായി ശബ്ദം പകർന്ന മികവിന്. പറയാം, വെള്ളം കുടിച്ചു. ജനനം 1947, പ്രണയം തുടരുന്നു. ജനനം 1947, പ്രണയം തുടരുന്നു. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല, കഥാപാത്രം ഗൗരി ടീച്ചർ. ഓക്കെ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ റോഷൻ മാത്യു, ചിത്രങ്ങൾ ഉള്ളൊഴുക്ക്, വാലാട്ടി. കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം.
വാലാട്ടിയിലെ ടോമി എന്ന നായ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് റോഷൻ മാത്യു. ചിത്രങ്ങൾ ഉള്ളൊഴുക്ക് വാലാട്ടി. കഥാപാത്രം ഉള്ളൊഴുക്കിലെ രാജീവ് എന്ന കഥാപാത്രം, വാലാട്ടിയിലെ ടോമി എന്ന നായ. ഒരു ചിത്രത്തിൽ കാമുക കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങൾക്കും മറ്റൊന്നിൽ ടോമി എന്ന നായയുടെ സ്വഭാവ സവിശേഷതകൾക്ക് ഇടങ്ങുന്ന രീതിയിൽ ശബ്ദം പകർന്ന മികവിന് മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബാർ. ചിത്രം ഓ ബേബി. ഫെമിന ജബാർ ഓ ബേബി.